ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊരു വ്യായാമം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ വ്യായാമം ചെയ്യാനുള്ള ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത്? ഒബ്വിയസ്ലി നിങ്ങൾ പറയും നിങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നാണ് ഈ ഊർജ്ജം ലഭിക്കുന്നത്. പക്ഷേ ഈ ഭക്ഷണം എങ്ങനെയാണ് ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ATP ആയിട്ട്, അഡിനോ ട്രൈഫോസ്ഫേറ്റ്, ATP ഈസ് യുവർ ബോഡീസ് ബേസിക് എനർജി കറൻസി, അതായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് നമുക്ക് എനർജി നൽകുന്നതെന്ന്, വ്യായാമം ചെയ്യാനുള്ള എനർജി നൽകുന്നതെന്ന്. പക്ഷേ ഇതിന് പിന്നിൽ വൈഡായിട്ടുള്ള വേറെയും കുറച്ച് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഹൗ ഡസ് യുവർ ബോഡി ഗെറ്റ് എനർജി വെൻ യു എക്സസൈസ്? മെയിനായിട്ട് ഹ്യൂമൻ ബോഡിയിൽ 3 എനർജി സിസ്റ്റംസ് ആണ് വർക്ക് ചെയ്യുന്നത്. ആ 3 എനർജി സിസ്റ്റംസും ATP പ്രൊഡക്ഷന് കാരണമാകുന്നു. ATP PCR സിസ്റ്റം, anaerobic glycolysis and aerobic system. So the first one is ATP PCR energy system. ഈ ATP PCR energy system നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഫാനിൻ്റെ കപ്പാസിറ്ററുമായിട്ട് താരതമ്യം ചെയ്യാം. കാരണം ഫാനിൻ്റെ കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ആ ഫാന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഒരു എനർജി നൽകുന്നത്, ആ ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള എനർജി നൽകുന്നത് ഈ കപ്പാസിറ്ററാണ്. അപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എനർജി നൽകുന്നത് ഈ ATP PCR എനർജി സിസ്റ്റമാണ്. ലൈക്ക് ജമ്പിങ്, അല്ലെങ്കിൽ എന്ത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും. നമുക്കിപ്പോൾ ഒരു സ്പ്രിൻറ്റിങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു അത്ലറ്റ് ഫസ്റ്റ് ഒരു ക്വിക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവില്ലേ ഫസ്റ്റ് സ്റ്റേജിൽ, ആ ഒരു സ്റ്റേജ് കൂടുതലും ATP PCR എനർജി സിസ്റ്റം ആണ് വർക്ക് ചെയ്യുന്നത്. ഈ ATP PCR എനർജി സിസ്റ്റം കൂടുതലും എനർജി എടുക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള ATP, മസിൽസ് സ്റ്റോർ ചെയ്തിട്ടുള്ള ATPയിൽ നിന്നും അതുപോലെ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റിൽ നിന്നാണ് ഈ എനർജി സിസ്റ്റം എനർജി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി സിസ്റ്റത്തിന് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല. ആൻഡ് സെക്കൻഡ് വൺ ഈസ് അനാറോബിക് ഗ്ലൈക്കോലിസിസ്. അനാറോബിക് ഈ പേരിൽ തന്നെ ഉണ്ട്, ഇവിടെ ഓക്സിജൻ്റെ ആവശ്യം വരുന്നില്ല. അതിനർത്ഥം ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നില്ല എന്നൊന്നുമല്ല. ഈ ഒരു പ്രോസസ്സിന് നമുക്ക് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആദ്യം പറഞ്ഞ സിസ്റ്റം പോലെയല്ല, ഇവിടെ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ നടക്കുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗണിന് വേണ്ടിയിട്ട് ഓക്സിജൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ഓക്സിജൻ്റെ അഭാവത്തിലാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു എനർജി സിസ്റ്റത്തിൽ നടക്കുന്ന ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ് 400 മീറ്റേഴ്സ് സ്പ്രിൻറ്റിങ്, അതായത് കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന ആക്ടിവിറ്റീസ്. ലൈക്ക് 10 seconds to 2 minutes വരെ ലാസ്റ്റ് ചെയ്യുന്ന. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു 0 to 10 seconds ഈ ATP PCR എനർജി സിസ്റ്റം വർക്ക് ചെയ്യും. 10 seconds to 2 minutes ആണ് ഈ ഒരു എനർജി സിസ്റ്റം കൂടുതലും വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് എയറോബിക് സിസ്റ്റം. എയറോബിക് എന്ന പേരിൽ തന്നെ ഉണ്ട്, ഇവിടെ ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്സിജൻ്റെ പ്രസൻസിലാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതായത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫാറ്റ്സ്, വേണ്ടി വന്നാൽ പ്രോട്ടീൻ വരെ ഈ ഒരു സിസ്റ്റത്തിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഓക്സിജൻ്റെ പ്രസൻസ് ആവശ്യമാണ്. ഒരു സിസ്റ്റത്തിലെ ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ് മാരത്തൺ റൈസ്, അതായത് കുറച്ചുകൂടെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. അതായത് ഒരു 2 minutes to more than 2 hours വരെ ലാസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഇവിടെ വരുന്നത്. കൂടുതലും എൻട്രൻസ് സ്പോർട്സാണ് ഈ ഒരു കാറ്റഗറിയിൽ വരിക. അപ്പോൾ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് സംയോജിതമായി നമ്മുടെ ശരീരം അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി എങ്ങനെയാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് നോളേജ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുകയാണ്. പിന്നെ ഒരു കാര്യം, എല്ലാ ആക്ടിവിറ്റിയിലും എല്ലാ എനർജി സിസ്റ്റവും ചെറിയ തോതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു ആക്ടിവിറ്റിയിൽ ഇന്ന എനർജി സിസ്റ്റം മാത്രമാണ് വർക്ക് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ഇൻറ്റൻസിറ്റിക്കും സമയത്തിനും അനുസരിച്ച് ഒരു എനർജി സിസ്റ്റത്തിൻ്റെ പ്രപ്പോർഷൻ കൂടുതലാകും എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു സിസ്റ്റം മാത്രമാണ് ഒരു ആക്ടിവിറ്റിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.